ഹലോ മക്കളെ, ഷമീം സാറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ +1 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ റിസൾട്ട് എന്നുള്ള എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് കുട്ടികൾ പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, ഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞിട്ട്. എങ്കിലും ചില കുട്ടികൾക്കെങ്കിലും വിചാരിച്ച മാർക്ക് കിട്ടാത്തവരായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അവസാനം വരെ കാണാം. അതായത് മാർക്ക് കുറഞ്ഞു പോയത് എന്തുകൊണ്ടാണ്, നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണോ ഒന്നും അറിയില്ല അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊന്ന് റിവാലുവേഷൻ കൊടുത്താൽ കൊള്ളാം എന്ന് തോന്നുന്നവരുണ്ടാവും, ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നവർ, അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടണിക്ക് അപേക്ഷിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് അതിന്റെ നടപടിക്രമങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ സർക്കുലർ പൊതുവിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ മാർച്ച് 2025 പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവ സംബന്ധിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നമ്മുടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. 2025 മാർച്ച് മാസം നടന്ന 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഫലം 2/6/2025 തീയതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റിസൾട്ട് ഇനിയും ചെക്ക് ചെയ്യാത്തവരെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, റിസൾട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, പരീക്ഷാഫലം results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് ലഭ്യമായിട്ടുള്ളത്. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായി നിർദ്ദിഷ്ട ഫോറങ്ങളിലുള്ള അപേക്ഷകൾ നിർദ്ദിഷ്ട ഫീസ് സഹിതം വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പാളിന് 10/6/2025 തീയതിക്കകം സമർപ്പിക്കേണ്ടതാണ്. അതായത് ലാസ്റ്റ് ഡേറ്റ് 10ാം തീയതിയാണ്. ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, ഒരാഴ്ചയൊക്കെ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഫീസ് ഒക്കെ ഉണ്ട്. എത്രയാണ് ഫീസ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഷമീം സാറ് വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നുണ്ട്. ലക്ഷദ്വീപ്, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ അപേക്ഷാ ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡ്രോൺ ഇൻ ഫേവർ ഓഫ് ജോയിന്റ് ഡയറക്ടർ എക്സാമിനേഷൻ ഹയർ സെക്കൻഡറി വിംഗ്, ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരം മുഖാന്തിരം അതാത് സ്കൂൾ പ്രിൻസിപ്പൽമാർ മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ ഗവൺമെന്റ് ബാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാർ പൂരിപ്പിച്ച അപേക്ഷകളോടൊപ്പം പുനർമൂല്യനിർണ്ണയ ഫീസ് കൈപ്പറ്റി PD അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതും സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായുള്ള ഫീസ് ട്രഷറിയിൽ ഒടുക്കേണ്ടതുമാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നമ്മുടെ സ്കൂൾ അധികൃതർ ഈ കാര്യം എന്ത് ചെയ്യണം, ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണം. ഇപ്പോൾ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ റിവാലുവേഷൻ SSLC റിവാലുവേഷന് ഹെഡ് മാസ്റ്ററുടെ ഒരു എന്താ പറയുക, ഒരു അനാസ്ഥ കാരണം ഒരുപാട് കുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. റിവാലുവേഷൻ അവരുടേതൊക്കെ ഇപ്പം എന്തായി എന്നുള്ളത് യാതൊരു വിവരവുമില്ല. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ. യെസ്, പിന്നെ ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കായുള്ള അപേക്ഷാ ഫീസ് ഈ ഒരു നമ്പർ, അത് റിസിപ്റ്റ് എന്ന ശീർഷകത്തിൽ ട്രഷറിയിൽ അടവാക്കേണ്ടതാണ്. ഇതൊക്കെ അവർ ചെയ്തോട്ടോ. യെസ്, റീഫണ്ടിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പൽമാർ തുക അനുവദിച്ച് നൽകിയതിനു ശേഷം ബാക്കിയുള്ള തുക ബന്ധപ്പെട്ട ശീർഷകത്തിൽ ട്രഷറിയിൽ ഒടുക്കി ചലാന്റെ പകർപ്പ് ഈ ഓഫീസിലേക്ക് അയച്ചു തരേണ്ടതും അസൽ ഓഡിറ്റിന് ഹാജരാക്കേണ്ടതുമാണ്. അതൊക്കെ അടക്കട്ടെ. പിന്നെ എന്നാൽ അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും പുനർമൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവക്കായി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ ട്രഷറികളിൽ ഒടുക്കേണ്ടതാണ്. അത് അവർ തന്നെ നേരിട്ട് ചെയ്യേണ്ടി വരും. ഇനി സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടാവും അറിയില്ല. അൺഎയ്ഡഡ് സ്കൂളിലെ എന്താ പറയുക, പ്രിൻസിപ്പൽ അല്ലേ അദ്ദേഹം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യണം, ട്രഷറിയിൽ ഇത് അടക്കേണ്ടി വരും. റീഫണ്ടിന് അർഹരായ അൺഎയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ അപേക്ഷ, ചലാൻ, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ് സഹിതം അതാത് പ്രിൻസിപ്പൽമാർ മുഖേന ഹയർ സെക്കൻഡറി ഡയറക്ടറിലേക്ക് അയച്ചു നൽകേണ്ടതാണ്. റീഫണ്ടിന് അർഹരായ അൺഎയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ഈ ചലാനായി ഫീസ് ഒടുക്കിയവർ ഈ ട്രഷറി മുഖാന്തിരം റീഫണ്ട് റിക്വസ്റ്റ് സമർപ്പിച്ച ശേഷം അനുബന്ധ രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് വരാം, അതായത് എത്രയാണ് ഇതിൻ്റെ ഫീസ് എന്നുള്ളത് അല്ലേ. യെസ്, അപേക്ഷാ ഫോറങ്ങൾ അതാത് സ്കൂളിൽ ഡിപ്പാർട്ട്മെന്റ് പോർട്ടലിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ നമുക്ക് സൈറ്റിലോ ഈ ഒരു അപേക്ഷാ ഫോം കിട്ടും, മിക്കവാറും സ്കൂളിൽ തന്നെ കിട്ടും. പ്രസ്തുത വിവരങ്ങൾ പ്രിൻസിപ്പൽമാർ 13/6/2025 തീയതിക്കുള്ളിൽ എക്സാം മുഖേനയുള്ള ലിങ്കിലൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. യാതൊരു കാരണവശാലും അപേക്ഷകൾ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നേരിട്ട് സ്വീകരിക്കുന്നതല്ല. ഇതൊക്കെ ആർക്കുള്ള, പ്രിൻസിപ്പൽക്കുള്ള. നമ്മുടെ ഡ്യൂട്ടി എന്താ, ഈ ഫീസ് അടക്കുക എന്നുള്ളതാണ് അല്ലേ. യെസ്, ഫീസ് എത്രയാ? പുനർമൂല്യനിർണ്ണയത്തിന് 500 രൂപയാണ് ഒരു സബ്ജക്റ്റിന്, സൂക്ഷ്മ പരിശോധനയ്ക്ക് 100 രൂപയാണ്, ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സബ്ജക്റ്റിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, റിവാലുവേഷൻ നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പോൾ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ മാർക്ക് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ റിവാലുവേഷന് കൊടുത്തോളൂ. മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ ചാൻസസ് ഉള്ള സബ്ജക്റ്റുകളാണ്. ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും അറബിയൊക്കെ ആണെങ്കിലും അതിലൊക്കെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഉറപ്പായിട്ടും എനിക്കിതിൽ ഈ ഒരു മാർക്ക് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാം, സൂക്ഷ്മ പരിശോധനയ്ക്കൊക്കെ അപേക്ഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, കാര്യം ശ്രദ്ധിക്കുക.
ഇത് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലസ് ടുവിൽ. നമുക്ക് ഗ്രേഡ് അല്ല, പ്ലസ് 1 പ്ലസ് 2 മാർക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇനി ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാൻസ് എടുക്കുക തീർച്ചയായിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.